നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് ചെന്താമര പിടിയിലായി എന്ന വാർത്ത തന്നെയാണ്. തന്ത്രപരമായ നീക്കത്തിനൊടുവിലാണ് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരെ ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയത്. ഇന്നലെ രാത്രി നെന്മാറ മാട്ടായിൽ കൂട്ടത്തെരച്ചിൽ നടന്ന സമയത്ത് തന്നെ പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് തന്ത്രപരമായി പോലീസ് നടത്തിയ നീക്കമായിരുന്നു തെരച്ചിൽ. ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനും പ്രതിയെ സുരക്ഷിതമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുവാനും വേണ്ടി നടത്തിയ നീക്കമായിരുന്നു ഈ തെരച്ചിൽ. വ്യാപകമായി മിക്ക ടി വി ചാനലുകളും ഇത് തത്സമയം ഈ തെരച്ചിൽ സംപ്രേഷണം ചെയ്യൂ. ഉത്കണ്ഠയുടെ മുൾമുന്നിൽ നിർത്തിയ തെരച്ചിലിൻ്റെ കളി മുഴുവൻ പോലീസ് കളിച്ച കളിയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജനശ്രദ്ധ മാറ്റാൻ വേണ്ടി മാത്രമുള്ള പോലീസ് തന്ത്രമായിരുന്നു മാട്ടായിലെ ഇന്നലത്തെ കൂട്ട തെരച്ചിൽ. വിവരങ്ങളുമായി ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിന് ഈ ഉള്ളിലാണ് ഇപ്പോൾ ഈ പ്രതി കസ്റ്റഡിയിലുള്ളത്, ഈ ചെന്താമര. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ശരിക്കും അയ്യടാന്നായിപ്പോയല്ലോ നമ്മളെല്ലാവരും. ഓക്കെ, പറയൂ. തീർച്ചയായിട്ടും സ്കേൻ, അത് പോലീസ് നടത്തിയ ഒരു നാടകീയമായിട്ടുള്ള നീക്കമായിരുന്നു എന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി വിശദീകരിക്കുന്നത്. അവർക്ക് വേണ്ടിയിരുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടേക്ക് ഒരുപാടധികം ആളുകൾ വരും. അവിടുത്തെ ആളുകളൊക്കെ വലിയ പ്രകോപിതരായിരുന്നു സ്കേൻ. കാരണം ഒരു കുടുംബത്തെ അനാഥമാക്കി ആ പ്രതി അങ്ങനെ വെറുതെ വിടാൻ അവരാരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാട്ടായിലെ മാസ് സെർച്ച് എന്ന സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഒരു വലിയ പോലീസ് വണ്ടി അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീടിന് പരിസരത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് നടത്തിയൊരു നീക്കമായിരുന്നു ഈ മാട്ടായിലെ സെർച്ച് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിനുള്ളിൽ പ്രതിയുണ്ട്. നല്ല സുഖനിദ്രയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വളരെ വൈകിയാണ്, ഏതാണ്ട് 2 മണി കഴിഞ്ഞാണ് ഈ ആലത്തൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎസ്പി ആസ്ഥാനത്തേക്ക് പ്രതിയെ എത്തിച്ചത്. അതിനുശേഷവും ഒരു ചെറിയ ചോദ്യം ചെയ്യലുണ്ടായി. ആ സമയത്തൊക്കെ തന്നെ പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കൂട്ടി വായിച്ചാൽ ഒരു വ്യക്തത കൈവരാത്ത തരത്തിലുള്ള മൊഴികളും മറ്റുമൊക്കെ ആയിരുന്നു. ഈ താൻ അബദ്ധത്തിൽ ചെയ്തു പോയത് എന്നുള്ളൊരു നരേഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതി ബോധപൂർവം നടത്തുന്നുണ്ട്. അത് ഇന്നലെ രാത്രി തന്നെ ഡിവൈഎസ്പി നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് തനിക്ക് ഇന്നലെ സുധാകരനെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നില്ല. 3 പേരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഒന്ന് തൻ്റെ സ്വന്തം ഭാര്യയാണ്. തനിക്കൊപ്പം ഇപ്പോൾ ജീവിക്കാത്ത, തന്നിൽ നിന്ന് അകന്നുപോയ ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്ന് ഈ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. അതൊരു പക്ഷേ ബിന്ദുവോ പുഷ്പയോ ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരാളായിരിക്കാം. മറ്റൊന്നൊരു പോലീസുകാരനാണ്. അത് ഈ ആദ്യം ഇയാൾ കൊലപാതകം നടത്തിയ സജിതയെ കൊലപ്പെടുത്തിയ സമയത്ത് ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നു. അങ്ങനെ 3 പേരുടെ പേരായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. അതായിരുന്നു അയാളുടെ ലക്ഷ്യവും. എന്തായാലും അതിന് വിരുദ്ധമായിക്കൊണ്ട് 2 പേരെയാണ് ഈ പ്രതി കൊലപ്പെടുത്തിയത്. അതിലൊന്ന് സുധാകരനും ഒന്ന് വയോധികയായിട്ടുള്ള ലക്ഷ്മി എന്ന സുധാകരൻ്റെ അമ്മയും. ആ 2 പേരുടെ ജീവനാണ് ഇയാൾ കവർന്നെടുത്തത്. എലവഞ്ചേരിയിൽ നിന്നാണ് പ്രതി ഈ കൊടുവാൾ വാങ്ങിയിരുന്നത്. ഈ കൊടുവാൾ ഒരു വലിയ വടിയിൽ കെട്ടി തേങ്ങ പറിക്കാൻ പറമ്പിലേക്ക് പോകുമ്പോഴാണ് തൻ്റെ അഭിമുഖമായിട്ട് സുധാകരൻ വരുന്നത് കണ്ടത്. ആ സ്കൂട്ടർ, സുധാകരൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒരുപക്ഷെ തൻ്റെ മേൽ ഇടിക്കുമെന്ന് തോന്നിയപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഈ കൊടുവാൾ ഉപയോഗിച്ച് അതിനെ ചെറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാളുടെ തലയ്ക്ക് കീഴെ വെട്ടേറ്റത് എന്നുള്ളതാണ് പ്രതി പറയുന്ന കാര്യം. പോലീസ് അത് ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അങ്ങനെ ആദ്യം വെട്ടേൽക്കുന്നു. പിന്നീട് ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഈ തുടർന്നുള്ള വെട്ടുണ്ടായത്. പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് സ്കേൻ. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആഴത്തിലുള്ള മുറിവുകൾ എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 16 മുറിവുകളാണ് ലക്ഷ്മി എന്ന വയോധിക ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പ്രതിരോധിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ 16 വെട്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഇന്നത്തെ നടപടികളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ പ്രതിയുള്ള ഈ സ്റ്റേഷനിൽ നിന്ന് അല്പം വൈകിയ പ്രതിയെ ഇറക്കൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് പോലീസിന് പെട്ടെന്നൊരു കസ്റ്റഡി നിലവിലത്തെ സാഹചര്യത്തിൽ അനിവാര്യമല്ല. അതുകൊണ്ട് തന്നെ 10 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഇവിടേക്ക് എത്തിച്ചേരും. 11 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരു വ്യക്തത കൈവരും. അതിനുശേഷം ഇവിടെ വച്ച് തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി അറിയിക്കുന്നത്. പുറത്തേക്ക് മെഡിക്കലിന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇവിടെ വെച്ച് തന്നെ മെഡിക്കൽ പരിശോധന കൂടി പൂർത്തിയാക്കും. അതിനുശേഷം തൊട്ടടുത്തുള്ള, ഇവിടുന്ന് ഏതാണ്ട് 300 മീറ്റർ മാത്രം അകലെയുള്ള കോടതിയിലേക്ക്, ആലത്തൂർ കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകും. അവിടെ പ്രതിയെ ഹാജരാക്കും. സ്വാഭാവികമായിട്ടും റിമാൻഡിനാണ് സാധ്യത. ഇന്ന് തന്നെ ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകും. ആദ്യം അറിയിച്ചിരുന്നത് 5 ദിവസം കഴിഞ്ഞ് കസ്റ്റഡി അപേക്ഷ തങ്ങൾ സമർപ്പിക്കുമെന്നാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നു ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. തുടർന്ന് പ്രതി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായ തെളിവെടുപ്പിനടക്കം കൊണ്ടുപോകും. അത് പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഒഴിവാക്കിയ ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്കെയിൻ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇവിടെയാണ് ഈ പ്രതി ചെന്താമരയെ സംരക്ഷിച്ചിരിക്കുന്നതും പോലീസ് സുരക്ഷിതമായി നോക്കുന്നത്.